നമസ്കാരം കൂട്ടുകാരെ. പി എം കിസാനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ടിപ്പ് തരാനായിട്ടാണ് ഇപ്പോൾ പെട്ടെന്നൊരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മല്ലു CACയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പി എം കിസാൻ്റെ സ്റ്റാറ്റസ് നോക്കാനായി ആരെങ്കിലും വരുമ്പോൾ നമ്മൾ എങ്ങനെ അത് എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ ടിപ്പ്. അതിൽ പി എം കിസാൻ നമ്മുടെ ടാബിലോ ഫോണിലോ നമ്മൾ പി എം കിസാൻ GOI എന്ന് പറയുന്ന ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന രീതിയിലുള്ള ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് സ്ക്രീനിൽ നമുക്കിങ്ങനെയാണ് സ്ക്രീൻ കിട്ടുക. ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ പുതിയ കസ്റ്റമറാണ് വരുന്നതെങ്കിൽ റൂറൽ രജിസ്ട്രേഷൻ എന്നുള്ള ആ ലിങ്ക് എടുത്തിട്ട് ആധാർ നമ്പറും മൊബൈൽ നമ്പറും വെച്ച് രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം നമ്മൾ ബെനിഫിഷ്യറി ടൈപ്പൊക്കെ എടുത്ത് നമ്മൾ ടൈപ്പ് ചെയ്ത് എല്ലാം എൻ്റർ ചെയ്തതിന് ശേഷം നമുക്ക് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ആളെക്കുറിച്ചുള്ള ഏകദേശ വിവരങ്ങളെല്ലാം അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമ്മുടെ ഡാഷ്ബോർഡിലേക്ക് നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സ്ക്രീൻ ഏകദേശം ഇങ്ങനെയാണ് വരിക. ഈ സ്ക്രീനിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത് പോലെ EKYC ചെയ്തിട്ടുണ്ടോ, ബാങ്ക് അക്കൗണ്ട് ആയിട്ട് ആധാർ സീഡ് ചെയ്തിട്ടുണ്ടോ, ലാൻഡ് സീഡിങ് നടത്തിയിട്ടുണ്ടോ, ഇങ്ങനെയുള്ള 3 കാര്യങ്ങളും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ഫസ്റ്റ് സ്ക്രീനിൽ തന്നെ അറിയാൻ പറ്റും. ഇതിൽ EKYC പെൻഡിങ് ആണെങ്കിൽ ആ ആളുടെ EKYC പെൻഡിങ് ആണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ആ സ്ക്രീനിൽ തന്നെ നമുക്ക് തെളിഞ്ഞ് കാണാം. അപ്പോൾ നമ്മൾ വളരെ ഈസിയാണ്. ഇവിടെ നമ്മൾ ഫേസ് RD എന്ന് പറയുന്ന ആധാറിൻ്റെ ഫേസ് RDയും കൂടി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ആപ്പിൽ നിന്നുകൊണ്ട് തന്നെ EKYC നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. മാത്രമല്ല ഒരു 100 കസ്റ്റമേഴ്സിന് വരെ ഒരേ ലോഗിൻ IDയിൽ തന്നെ നമുക്ക് EKYC ചെയ്തു കൊടുക്കാനും സാധിക്കുമെന്നാണ് ഇപ്പോൾ നിലവിൽ PM കിസാൻ്റെ ഒഫീഷ്യൽസിൽ നിന്ന് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. സ്റ്റാറ്റസ് നോക്കുമ്പോൾ നമുക്കിതുപോലെ ലാൻഡ് സീഡിങ് നൽകിയിട്ടുണ്ടോ, പെൻഡിങ് ഫോർ വെരിഫിക്കേഷൻ ആണോ, EKYC കഴിഞ്ഞിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ താങ്ക് യു ഗൈസ്. നമ്മൾ വീണ്ടും അടുത്ത ഒരു ടെക് ടിപ്പുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. ബൈ ബൈ.